ഡിസംബർ 15-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും അംഗരക്ഷകരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ടടിച്ചത്. പ്രതിഷേധക്കാരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയ ശേഷമായിരുന്നു അതിക്രമം. നവകേരള ബസ്സിന് പിന്നാലെ എത്തിയ ഉദ്യോഗസ്ഥർ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അടിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിട്ടും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത്. എന്റെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാത്തിച്ചാർജിൽ പരിക്കേറ്റവർ SP-ക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് കോടതിയെ സമീപിച്ചു. കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 23-ാം തീയതി FIR രജിസ്റ്റർ ചെയ്തു. ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. സുരക്ഷാ സേനയിലെ സന്ദീപും കണ്ടാൽ അറിയാവുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികൾ. 1ഉം 2ഉം പ്രതികൾക്കാണ് തിങ്കളാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഒരു കാരണവശാലും വെറുതെ വിടില്ല. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കും. പ്രതിപക്ഷം പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതികളായവരെ സുരക്ഷാ സേനയിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അംഗരക്ഷകരെ മുഖ്യമന്ത്രി അന്ധമായി പിന്തുണയ്ക്കുന്ന സ്ഥിതിക്ക് കേസിന്റെ അന്വേഷണം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.